പൂക്കൾ ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കം പേരെ കാണത്തുള്ളൂ. അതുപോലെ ചെടികളുടെ കാര്യം എടുക്കുകയാണെങ്കിലും പൂക്കളുള്ള ചെടികളോടായിരിക്കും കൂടുതൽ പേർക്കും കൂടുതൽ താല്പര്യം. എനിക്ക് രണ്ട് രീതിക്കുള്ള പ്ലാന്റ്സും ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ് ലവേഴ്സിന് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് ഈ പൂക്കൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ളത്. പക്ഷെ ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളാവൂ, അങ്ങനൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെയാണ് ഈ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളുടെയും കാര്യം. പൂക്കളൊക്കെ കൃത്യസമയത്ത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടില്ലെങ്കിൽ അത് പ്ലാന്റിൻ്റെ ഹെൽത്തിനെയും ബാധിക്കും. വീണ്ടും വീണ്ടും പുതിയ പൂക്കൾ ഉണ്ടാവാതിരിക്കാനുള്ളൊരു റീസണും ആയി മാറും. ഇതുപോലെ ഒരു 5 ഇലയൊക്കെ താഴെയായിട്ട് ഏത് പൂവുണ്ടായാലും അത് നശിക്കാനാവുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എങ്കിലേ ഇതുപോലെ പുതിയ ശിഖരങ്ങളും പുതിയ മുട്ടുകളൊക്കെ വരത്തുള്ളൂ. പ്രൂണിംഗ് ഒക്കെ ചെയ്യാന്നുള്ളത് എല്ലാവർക്കും അത്ര കണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടായിരിക്കില്ല, പ്രത്യേകിച്ച് പ്ലാന്റ് ലവേഴ്സിന്. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്താലാണല്ലോ അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. പ്രൂണിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വിഷമം ഉണ്ടാവുമെങ്കിലും പുതിയ പുതിയ തളിർപ്പും പുതിയ പുതിയ മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇതെന്തായാലും 4 മണിപ്പൂവാണ്. ഇത് ഞാൻ കാലത്തെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാ പൂക്കളും ഇതാ കൂമ്പ് കൂത്തി നിൽക്കുവാണ്. പക്ഷേ ഇത് കൃത്യം 4 മണി 4:30 ആകുമ്പോഴേക്കും വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. മോർണിംഗ് ടൈമിൽ എടുത്തതുകൊണ്ട് തന്നെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ ടൈം വെയിറ്റ് ചെയ്തൊരു 4 മണി 4:30 സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഓൾമോസ്റ്റ് കൂമ്പ് കൂത്തി നിന്നിരുന്ന മുട്ടുകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. എന്താണല്ലേ 4 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കൃത്യനിഷ്ഠത പാലിക്കുന്ന വേറെ പൂക്കളും ചെടികളും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എന്തായാലും ഇതൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോഴാണ് മനസ്സിനൊരു വിഷമം.